പാരഗ്വേ ചെയ്ത് അമേരിക്കക്കാർ വരട്ടെ, വരുമ്പോൾ നമ്മളെ മുറ്റത്ത് വെച്ച് നമുക്ക് നേരിടാം എന്നുള്ള തന്ത്രമായിരുന്നു പാരഗ്വേയുടെ. പക്ഷെ അമേരിക്ക അങ്ങനെയല്ല, അവിടെ പോയിട്ട് അടിക്കാം. ആക്രമണമായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രതിരോധം. രണ്ട് സൂപ്പർ താരങ്ങളുടെ മക്കളും ഇന്ന് അമേരിക്കൻ നിരയിൽ കളിച്ചിട്ടുണ്ട്. ഒന്ന് അവിടെ അവസാനത്തെ ഗോൾ നേടിയത് ജിയോവന റെയ്ന. മറ്റൊരു താരം എന്ന് പറഞ്ഞാൽ തിമോത്തി വിയ, ലൈബീരിയയുടെ ലെജൻഡ്, ഓൾ ടൈം ലെജൻഡ് ജോർജ് വിയയുടെ മകനാണ്. പാട്രിക് ക്ലൈവേർട്ടിന്റെ മകൻ കളിക്കുന്നുണ്ട്, സിനദിൻ സിദാന്റെ മകൻ അൾജീരിയയ്ക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ മക്കളുടെ ഒരു ലോകകപ്പ് കൂടിയാണ്. ഇതിരിക്കും പറഞ്ഞാൽ ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ അവർ ഒരു 6 ഗോളെങ്കിലും അടിക്കേണ്ടത്. യുഎസ്എയുടെ നിർഭാഗ്യം കൊണ്ടാണ് അത് ഒഴിഞ്ഞു പോയിരിക്കുന്നത്. പക്ഷെ അവർ കാത്തിരിക്കുകയായിരുന്നു, എന്തിനോ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇതിനാണ് അവർക്ക് പോലും അറിയില്ല. ആക്രമണം ഒട്ടും ഉണ്ടായിട്ടില്ല അവരുടെ ഭാഗത്ത്. ഇതുപോലെ സമാനമായ സംഘർഷാവസ്ഥ കൊടുമ്പിരി കൊള്ളുന്ന കാലത്ത് അമേരിക്കയും ഇറാനും മത്സരിച്ചിട്ടുണ്ട് പരസ്പരം. നമ്മുടെ ഒരു ശത്രു ഗ്രൗണ്ടിൽ തോൽക്കണമെന്നൊക്കെ ആഗ്രഹിക്കാം, പക്ഷെ ഗ്രൗണ്ടിലെ കളി വേറെയാണ്. ചെറിയൊരു ഗോൾ മഴ കണ്ട മത്സരം. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ പരഗ്വയെ 4-1 തകർത്ത് അമേരിക്ക ലോകകപ്പ് തുടക്കം ഗംഭീരമാക്കിയിരിക്കുകയാണ്. ഈ ആതിഥേയരായ അമേരിക്ക ഈ ലോകകപ്പിൽ വലിയൊരു അത്ഭുതം കാണിച്ചേക്കുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണോ ആദ്യ കളിയിലെ അവരുടെ ഒരു പ്രകടനം? ശരിക്കും പറഞ്ഞാൽ ഒരു ആക്രമണത്തിൻ്റെ പേരിൽ നമ്മളെ ലോകം മുഴുവൻ അമേരിക്കയെ വെറുക്കുന്നൊരു സമയമാണത്, ഇറാനിൽ നടത്തിയ ആക്രമണം. പക്ഷേ കഴിഞ്ഞ ദിവസം ലോസ് ആഞ്ചലസിൽ നടത്തിയ വേറൊരു ആക്രമണത്തിൻ്റെ പേരിൽ ആളുകൾക്ക് അവരോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുണ്ട്. കാരണം ലോകകപ്പിൽ നിന്ന് 2 ദിവസം കഴിഞ്ഞു. നമ്മൾ ഇതുവരെ നമ്മളൊരു മനസ്സിനെ നിറയ്ക്കുന്ന ഒരു കുളിർമ ഉണ്ടാക്കുന്ന ഒരു കളി ഇതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ USA പാരഗ്വേ മത്സരം ശരിക്കും നമ്മൾ ഒരുപാട് ഗോളുകൾ കണ്ടു. എനിക്ക് തോന്നുന്നു 5 ഗോൾ അല്ലേ, 4-1 അമേരിക്ക പാരഗ്വേനെ തോൽപ്പിക്കുന്നത്. ഈ 3 ആതിഥേയരും അവരുടെ ആദ്യ മത്സരങ്ങളിൽ കളിച്ചു. മെക്സിക്കോ കളിച്ചു, കാനഡ കളിച്ചു, അമേരിക്കയും കളിച്ചു. പക്ഷെ അതിൽ ഈ 3 ആതിഥേയരിലും ഏറ്റവും നന്നായിട്ട് കളിച്ചിരിക്കുന്നത്, ശരിക്കും ആധികാരികമായിട്ട് ജയിച്ചിരിക്കുന്നത് അമേരിക്കയാണ്. അതൊരു എന്താ പറയുക, ഒരു ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം പകരുന്നതാണ്. പൊതുവേ ഇത്തവണത്തെ ലോകകപ്പിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് ശത്രുക്കൾ കൂടുതലാണ്. ഈ അവരുടെ ലോകത്തെ ആകെ തകിടം മറിച്ച അവരുടെ ചില നയപരിപാടികൾ കാരണം മുഴുവൻ അവർ വെറുത്തതാണ്. പക്ഷേ ഇത് കളിക്കളത്തിൽ അവർ ശരിക്കും വലിയ ആക്രമണമാണ് നടത്തിയത്. അത് നല്ല സുന്ദരമായ ഫുട്ബോളാണ്. ജിതേഷ് ചോദിച്ചതുപോലെ വേണമെങ്കിൽ അമേരിക്ക വലിയ അത്ഭുതങ്ങൾ കാണിച്ചുകൂടായില്ല ഈ ടീം. കാരണം ഈ ലോകകപ്പിൽ ഏറ്റവും ചെറുപ്പമുള്ള ടീമുകളിൽ ഒന്നാണ് ഇത്തവണ വന്നിരിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് കൂടുതൽ അത്ഭുതങ്ങൾ ശരിക്കും വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഈ അമേരിക്കയുടെ ഒരു ആക്രമണത്തിന് മുന്നിൽ പരഗ്വേക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനാകാതിരുന്നതാണോ, കാഴ്ചയാണോ നമ്മൾ ഇന്ന് കണ്ടത്? അമേരിക്കയുടെ ഇന്നത്തെ വിജയത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. 2014 ശേഷം അവർ ആദ്യമായിട്ടാണ് വേൾഡ് കപ്പിൻ്റെ ഒരു ഓപ്പണിംഗ് മാച്ച് ജയിക്കുന്നത്. ഓപ്പണിംഗ് മാച്ച് എല്ലാ ടീമുകൾക്കും ഒരു വെല്ലുവിളിയാണ്. ഇന്നത്തെ മത്സരത്തിൽ വിജയം എന്ന് മാത്രമല്ല, ഇത് വളരെ ആധികാരികമായിട്ടുള്ള വിജയമാണ്. ഒന്നും ലക്കിന് വന്ന ഗോളുകളൊന്നുമല്ല. 4 ഗോൾ എന്ന് പറഞ്ഞാൽ വളരെ ആധികാരികമായിട്ട്. അതിൽ ഒരെണ്ണം സെൽഫ് ഗോളാണ്. സെൽഫ് ഗോൾ ആണെങ്കിലും അതിൽ ഈ അമേരിക്കൻ സ്ട്രൈക്കർമാരുടെ വലിയൊരു എഫേർട്ട് ഉണ്ട്. അത് വളരെ നിർഭാഗ്യത്തിനാണ് ഗോള് പാരഗ്വേയുടെ വലയിൽ വീണത്. പക്ഷെ വളരെ ആധികാരികമാണ്. പിന്നെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. 1930 ശരിക്കും അമേരിക്ക ലോകകപ്പിൽ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. അന്ന് അവർ നേടിയിരിക്കുന്നത് 3-0 ഒരു ജയമാണ്. പക്ഷെ അതിനുശേഷം ഇത്രയും അധികം ഗോൾ ലോകകപ്പിൽ നേടുന്നത് ആദ്യമായിട്ടാണ്. 30 ശേഷം അമേരിക്കയ്ക്ക് ലോകകപ്പിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു 2002 ഒരു ക്വാർട്ടറിലാണ് അവരുടെ ഏറ്റവും വലിയ നേട്ടം. സ്വന്തമായിട്ട് ആതിഥേയത്വം വഹിച്ച് 94 പോലും അവർ പ്രീ ക്വാർട്ടറിൽ പുറത്തായി. അപ്പോൾ ഇത്തവണ എനിക്ക് തോന്നുന്നു പ്രീ ക്വാർട്ടർ നിൽക്കില്ല അമേരിക്കയുടെ ഈ ടീമിൻ്റെ ഒരു മുന്നേറ്റം. ക്വാർട്ടറും കടന്നിട്ട് പോയാലും നമുക്ക് അത്ഭുതമില്ല. അത്രയും വളരെ മനോഹരമായിട്ടാണ് മൗറീഷ്യോ പൊച്ചറ്റിനോ എന്ന് പറഞ്ഞിട്ടുള്ള കോച്ച്, സൂപ്പർ കോച്ചാണ്. ഒരുപാട് ക്ലബ്ബുകളെ അടിമുടി മാറ്റിമറിച്ച ആളാണ്. ശരിക്കും ഇന്നത്തെ ഈ അമേരിക്കൻ ടീമിൻ്റെ ഈ പരിവർത്തനത്തിന് ഒരു കാരണക്കാരൻ പൊച്ചറ്റിനോയാണ്. പൊച്ചറ്റിനോ തന്ത്രങ്ങളാണ് ശരിക്കും ടീമിനെ ഭയങ്കരമായിട്ട് മാറ്റിമറിച്ചത്, അവർക്ക് ഗുണം ചെയ്തത്. ഇന്നത്തെ ഒരു അമേരിക്കയുടെ മൊത്തത്തിലുള്ള ആക്രമണ ശൈലിയെ മൊത്തത്തിൽ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും? ഇത് ശരിക്കും നമ്മൾ നേരത്തെ പൊച്ചറ്റിനോയുടെ കാര്യം പറഞ്ഞു. വളരെ രസകരമായ തന്ത്രമാണ് അദ്ദേഹം പയറ്റിയിരിക്കുന്നത്. ഹാർഡ് പ്രസ്സിംഗ് ആണ്. തുടക്കം മുതൽ തന്നെ ആക്രമിച്ച് കളിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് പൊതുവേ പയറ്റിയിരിക്കുന്നത്. അത് ആ കളിക്കാർ നന്നായിട്ട് ഗ്രൗണ്ടിൽ അത് കൊണ്ടുവന്നു. അവരുടെ ആക്രമണത്തിന് ഫലമായിട്ടാണ് മത്സരത്തിന് തുടക്കത്തിൽ തന്നെ പാരഗ്വേക്ക് ഒരു സെൽഫ് ഗോൾ വഴങ്ങേണ്ടി വന്നത്. സത്യത്തിൽ അമേരിക്ക മാത്രമാണ് ഇന്ന് ആക്രമിച്ചത്. ഈ 3ാമത്തെ ഗോൾ കിട്ടുന്നത് വരെ പാരഗ്വേ ശരിക്കും വിശ്രമിക്കുകയായിരുന്നു. അവരൊരു വെയിറ്റ് ആൻഡ് വാച്ച് ഗെയിമാണ് ശരിക്കും തോന്നുന്നു കളിച്ചത്. പ്രതിരോധത്തിൽ ഊന്നിയാണ് അവർ കളിച്ചത്. പക്ഷെ അവർ കാത്തിരിക്കുകയായിരുന്നു, എന്തിനോ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്തിനാണെന്ന് അവർക്ക് പോലും അറിയില്ല. ആക്രമണം ഒട്ടും ഉണ്ടായിട്ടില്ല അവരുടെ ഭാഗത്ത്. പക്ഷെ അതേസമയം അമേരിക്ക തുടക്കം മുതൽ തന്നെ ആക്രമിച്ചു. അവിടെ പ്ലാൻസ് വളരെ കറക്റ്റായിരുന്നു. നല്ല പ്രസ് ചെയ്ത് കളിക്കുന്ന ഡിഫൻഡേഴ്സ് ആയിരുന്നു അവർ സെൻറ്ററിൽ പ്രസ് ചെയ്യും. അത് ആ മിഡ്ഫീൽഡേഴ്സ് ആ പന്ത് അതിമനോഹരമായിട്ട് ഫോർവേഡ് ലൈനിൽ പുലിസിച്ചും നമ്മുടെ ഗോൾ നേടിയ ബലോഗൺ 2 ഗോൾ നേടി. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അമേരിക്ക ഒരു കളിക്കാരൻ ഒരു ലോകകപ്പിൽ 2 ഗോൾ നേടുന്നു. ഈ പുലിസിച്ചിൻ്റെയും ഈ ബലോഗണിൻ്റെയും ഒരു കൂട്ട് ഭയങ്കര അപകടകാരിയായിരുന്നു. ശരിക്കും അതിന് മുന്നിൽ പാരഗ്വേക്ക് ഒന്നും തന്നെ ഉത്തരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ തന്ത്രം, ആ പ്രസ്സിംഗ് തന്ത്രം വളരെ ഫലപ്രദമായിരുന്നു. മാത്രമല്ല വിങ്ങുകൾ അവർ നന്നായിട്ട് ഉപയോഗിച്ചു. 2 വിങ്ങുകളിൽ കൂടി അവിടെ വന്ന 3 ഗോളുകളിലും 3 വന്നിരിക്കുന്നത് വിങ്ങുകളിൽ കൂടെയുള്ള മുന്നേറ്റത്തിലാണ്. 2 ഇടത് വിങ്ങിലൂടെയും 1 വലത് വിങ്ങിലൂടെയും. അതിമനോഹരമായ ഗോളുകളാണെല്ലാം.
അപ്പോൾ ശരിക്കും ഈ ക്രെഡിറ്റ് മുഴുവൻ ഈ കോച്ചിനും ഈ അറ്റാക്കിങ് അവരുടെ ഒരു അറ്റാക്കിങ് പിന്നെ ശൈലിക്കുമാണ് കൊടുക്കേണ്ടത്. അതിൽ മിഡ്ഫീൽഡേഴ്സ് വേറൊരു കാര്യം ചെയ്ത് അറ്റാക്ക് ചെയ്യുക മാത്രമല്ല, പാരഗ്വേയുടെ ആക്രമണങ്ങളെ മുഴുവനും അവരുടെ ഹാഫിൽ തന്നെ അവരുടെ ബോക്സിൽ പോലും മുനയടിച്ച് കളഞ്ഞു. ഒരു പന്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെന്ന് ആ പന്ത് തിരിച്ചു പിടിക്കുന്ന തന്ത്രം ഒരു അലംഭാവം ഒരു അലസതി അവർ അതിൽ കാണിച്ചിട്ടില്ല. അപ്പം പാരഗ്വേക്ക് ആക്രമിക്കാനേ സാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പിന്നെ അവർ ആക്രമിച്ച സമയത്താണെങ്കിൽ പിന്നെ അത് ഗോള് കിട്ടുകയും ചെയ്തു. അതിന് ശരിക്കും അമേരിക്കയുടെ പിന്നെ ഡിഫൻസ് നമ്മൾ പറയുന്നത് പിന്നെ ടിം റീമും അലക്സ് ഫ്രീമാനും വളരെ നന്നായിട്ട് അവരുടെ കോട്ട കാത്തു രക്ഷിച്ചിരുന്നു. പക്ഷേ പാരഗ്വേ നടത്തിയ വളരെ വിരലിലെണ്ണാവുന്ന ആക്രമണങ്ങൾ അവർ പതറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവരെ ഗോൾ നേടിയത് പകരക്കാരനായിട്ടുള്ള മൗരീഷ്യോ ആണ്. അതിമനോഹരമായ ഒരു ഗോളാണ് വന്ന സമയത്ത്. ഡിഫൻസിൽ പിന്നെ USA ഡിഫൻസിൽ അവരുടെ 4 ഡിഫൻഡർമാരും ഡിഫൻസീവ് മിഡ്ഫീൽഡറും അങ്ങനെ 5 പേര് നിരന്ന് നിൽക്കുന്ന ബോക്സിൽ നിന്നാണ് പന്ത് കിട്ടി മനോഹരമായിട്ട് അത് നിറവേച്ചിരിക്കുന്നത്. അപ്പം കിട്ടിയ സമയത്ത് അവർ നന്നായിട്ട് ആ അവസരം ഉപയോഗിച്ചു. പക്ഷെ അതിനുവേണ്ടി അവർ ഒരുപാട് കാത്തിരുന്നു. പക്ഷെ എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ അവർ ശരിക്കും നിഷ്പ്രഭമായി പോയി അമേരിക്കയുടെ ആക്രമണത്തിന് മുന്നിൽ. ഈ പുലിസിച്ച് എന്ന് പറഞ്ഞാൽ അവരുടെ സൂപ്പർ താരമാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ അവർ ഒരു 6 ഗോളെങ്കിലും അടിക്കേണ്ടതായിരുന്നു. പിന്നെ എന്താ പറയുക, USA നിർഭാഗ്യം കൊണ്ടാണ് അത് ഒഴിഞ്ഞു പോയിരിക്കുന്നത്. ഈ ആദ്യത്തെ 2 ഗോളുകൾക്കും കാരണക്കാരനായിരിക്കും പുലിസിച്ചാണ്. അപ്പോൾ ആ കോമ്പിനേഷൻ നന്നായി നടന്നു. അവിടെ ആക്രമണ ഫുട്ബോളിൽ ശരിക്കും പാരഗ്വേ നിഷ്പ്രഭരായിപ്പോയി. ഈ ശൈലി തന്നെയായിരിക്കും, ഈ കളി തന്നെയായിരിക്കും അവർ തുടർന്നുള്ള മത്സരങ്ങളിലും നടത്തുക. ഇനിയുള്ള എതിരാളികൾ തുർക്കിയും ഓസ്ട്രേലിയയൊക്കെയാണ്. അവർക്കെതിരെ നല്ല പ്രകടനം പുറത്തെടുക്കാൻ പറ്റും. ഇതേ ശൈലിയിൽ കളിക്കുകയാണെങ്കിൽ തുർക്കിക്കും ഓസ്ട്രേലിയക്കും USA അടുത്ത് പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത്ര മനോഹരമായിട്ടാണ് അവരിന്ന് കളിച്ചിരിക്കുന്നത്. വളരെ ആധികാരികമാണ് ആ ജയം. അതുകൊണ്ട് തന്നെ അമേരിക്കയോടുള്ള യുദ്ധത്തിൻ്റെ മറ്റ് രാഷ്ട്രീയപരമായിട്ടുള്ള നമ്മുടെ എതിർപ്പുകളും വിമർശനങ്ങളൊക്കെ മാറ്റി വെച്ചാൽ ഇന്ന് കളിക്കളത്തിൽ അവർ വിമർശനത്തിന് അതീതരായിരുന്നു. മനോഹരമായ ഫുട്ബോളാണ് അവർ കാഴ്ചവെച്ചത്. നമ്മൾ പിന്നെ അത്രയും ആധികാരികമായിരുന്നു അവരുടെ ജയം. ഇന്നത്തെ അമേരിക്കയുടെ ഗോൾ മഴയും അവരുടെ നല്ല മത്സരവും നല്ല കളിയും ആക്രമണവും മാത്രമല്ല, 2 പ്രത്യേകതകൾ എനിക്ക് സന്തോഷം തരുന്ന 2 പ്രത്യേകതകൾ കൂടിയുണ്ട്. 2 സൂപ്പർ താരങ്ങളുടെ മക്കളും ഇന്ന് അമേരിക്കൻ നിരയിൽ കളിച്ചിട്ടുണ്ട്. ഒന്ന് അവിടെ അവസാനത്തെ ഗോൾ നേടിയത് ജിയോവാന റെയ്ന. ശരിക്കും പറഞ്ഞാൽ 7 മിനിറ്റിലേക്കാണ് ആ ഇഞ്ചുറി ടൈം പോയത്. ആ 7 മിനിറ്റ് കഴിഞ്ഞ് 7 മിനിറ്റ് 32 സെക്കൻഡും ആയ സമയത്താണ് ലാസ്റ്റ് ടൈമില്ല. അത് ശരിക്കും അനുവദനീയമാണെന്ന് എനിക്കറിയില്ല. കാരണം റഫറി അവിടെ വിസിൽ വിളിച്ചിട്ടില്ല. അമേരിക്കയ്ക്ക് പന്ത് കിട്ടി അവർ മധ്യനിരയിൽ നിന്ന് പന്തുമായിട്ട് മുന്നേറുന്ന സമയത്ത് ശരിക്കും അനുവദിച്ച ഇഞ്ചുറി ടൈം 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ റഫറി വിസിൽ വിളിച്ചിട്ടില്ല. 7:32 33 മറ്റോ ആയപ്പോഴാണ് അടിക്കുന്നത്. മനോഹരമായ ഗോളാണ്. ഈ ജിയോവാനി റെയ്ന എന്ന് പറഞ്ഞാൽ ക്ലോഡിയോ റെയ്നയുടെ മകനാണ്. അമേരിക്കയുടെ പഴയ സൂപ്പർ താരം ക്ലോഡിയോ റെയ്നയുടെയും പിന്നെ അവരുടെ വനിതാ താരം ഡാനിയല റെയ്നയുടെയും മകനാണ്. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം തിരിച്ചു വരികയും ഒരു പിന്നെന്താ പറയുക, ലൈക്ക് ഫാദർ ലൈക്ക് സൺ എന്ന് നമ്മൾ പറയും. ആ 10 ഗുണം 10 ഗുണം എന്ന് പറയുന്നത് ശരിക്കും അത്രയും മനോഹരമായിട്ടാണ് പിന്നെ അവൻ്റെ ആ ഗോള്. അതുപോലെ പിന്നെ മറ്റൊരു താരം എന്ന് പറഞ്ഞാൽ തിമോത്തി വിയ എന്ന് പറഞ്ഞാൽ തിമോത്തിയുടെ ആദ്യ ലോകകപ്പല്ല, 2ാമത്തെ ലോകകപ്പാണ്. തിമോത്തി വിയ എന്ന് പറഞ്ഞാൽ ലൈബീരിയയുടെ ലെജൻഡ്, ഓൾ ടൈം ലെജൻഡ് ജോർജ് വിയയുടെ മകനാണ്. അപ്പോൾ ജോർജ് വിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാലൻ ദിയോറും ഫിഫയുടെ മികച്ച താരത്തിനുള്ള പുരസ്കാരവും കിട്ടിയിട്ടുള്ള താരമാണ്. പക്ഷേ ലോകകപ്പ് കളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. കാരണം വിയ പോലത്തെ ഒരു ലെജൻഡ് കളിക്കുന്ന സമയത്ത് ലൈബീരിയയ്ക്ക് ലോകകപ്പിൽ യോഗ്യത നേടാൻ സാധിച്ചിട്ടില്ല. നമ്മൾ പലപ്പോഴും ഇപ്പം ക്രിസ്ത്യാനോനൊക്കെ നെയ്മറൊക്കെ പറയും ഇത്രയും വലിയ താരമായിട്ട് ലോകകപ്പ് നേടിയില്ലല്ലോ എന്ന്. പക്ഷേ അതിനൊപ്പം നിൽക്കുന്ന ഒരു താരമായിട്ട് ലോകകപ്പിൽ കളിക്കാൻ പോലും സാധിക്കാത്ത ഒരാളാണ് ജോർജ് വിയ. അതൊരു മകനിലൂടെ ജോർജ് വിയുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ നാളെ അടുത്ത കളികളിൽ ഗോൾ കൂടി അടിച്ചാൽ അത് വലിയൊരു സന്തോഷമായിരിക്കും. ജോർജ് വിയ പിന്നീട് അവിടെ ലൈബീരിയയുടെ പ്രസിഡന്റ് വരെയായി. അപ്പോൾ അങ്ങനെ ഒരു രസകരമായ സംഭവം കൂടി ഇന്നുണ്ട്, 2 മക്കളുടെ സാന്നിധ്യം. പിന്നെ ഒരുപാട് ഇനി മക്കൾ ഇനി വരാനുണ്ട്. പാട്രിക് ക്ലൈവേർട്ടിൻ്റെ മകൻ കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സിനദിൻ സിദാൻ്റെ മകൻ അൾജീരിയയ്ക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മക്കളുടെ ഒരു ലോകകപ്പ് കൂടിയാണ് ഇത്. അപ്പോൾ അതൊരു രസകരമായ സംഗതിയല്ലേ ഫുട്ബോളിൽ. ഈ ഗ്രൂപ്പ് ഡിയിൽ ഇനിയുള്ള കളികൾ നമ്മളൊന്ന് നോക്കിയാൽ പരഗ്വേക്ക് ഇനി എന്തെങ്കിലും സാധ്യതകളൊക്കെ കാണുന്നുണ്ടോ? പാരഗ്വേ നമുക്ക് എഴുതി തള്ളാൻ സാധിക്കില്ല. കാരണം അവർ നേടിയ ഗോള് എനിക്ക് തോന്നുന്നത് അത് എൻ്റെ സൂചനയാണ്. അത് മനോഹരമായൊരു ഗോൾ. അവർക്ക് കളിക്കാൻ പറ്റാത്തതല്ല. പക്ഷെ എന്തോ അമേരിക്കയുടെ ഒരു തന്ത്രത്തിന് മുന്നിൽ അവർ പതറിപ്പോയതായിരിക്കും. കാരണം വഴി മുടക്കി കളഞ്ഞു. അമേരിക്ക പാരഗ്വേ ചെയ്ത് അമേരിക്കക്കാർ വരുമ്പോൾ നമ്മളെ മുറ്റത്ത് വെച്ച് നമുക്ക് നേരിടാം എന്നുള്ള തന്ത്രമായിരുന്നു പാരഗ്വേയുടെ. പക്ഷേ അമേരിക്ക അങ്ങനെയല്ല, അവിടെ പോയിട്ട് അടിക്കാം. അതാണ് ആക്രമണമായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രതിരോധം അമേരിക്കയുടെ. ഈ തന്ത്രം എന്തായാലും അവിടെ ഒരു പാളി ചെയ്യുന്ന പാരഗ്വേക്ക് മനസ്സിലാവുമല്ലോ. അവർ തിരുത്തി കഴിഞ്ഞാൽ പിന്നെ ഇനിയുള്ള തുർക്കിക്കെതിരെയുള്ള മത്സരമായാലും ശരി, ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരമായാലും അവർക്ക് തിരിച്ചു വരാം. അവരുടെ നല്ല സ്ട്രൈക്കിംഗ് പിന്നെ ശക്തിയുള്ളതാണ്. ഈ അമേരിക്കക്കെതിരെ നേടിയ ഗോൾ തന്നെ അതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ അവർ തിരിച്ചു വരാം. കാരണം ഇതിൽ 2 പേര് എന്തായാലും 32 പോകും. പിന്നെ അവർക്ക് അൾജീരിയ മറ്റായിരിക്കും ഒരു പക്ഷേ അവർക്ക് എതിരാളിയായിട്ട് കിട്ടാം. എന്തായാലും അത് അവരുടെ ഒരു പിന്നെ റൗണ്ട് ഓഫ് 32 അവർക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു യുദ്ധഭീതിക്കിടെയാണ് ഈ ലോകകപ്പിൽ അമേരിക്കയുടെ ഈ ഒരു വിജയം കാര്യങ്ങളും എല്ലാം. അപ്പം ഈ ഒരു തൊട്ട് മുന്നേ ലോകകപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ അമേരിക്ക സൊമാലിയൻ റഫറിക്ക് വിസ നിഷേധിച്ചൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നത് ഈ അമേരിക്കയ്ക്ക് ഇതിനെല്ലാം ടീമുകൾ അവർക്ക് ഗ്രൗണ്ടിൽ മൈതാനത്ത് മറുപടി നൽകുന്നതായിരുന്നു. പക്ഷേ ഈ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു ഈ പ്രകടനം കൊണ്ട് അതിനൊക്കെ സാധിക്കുമോ ടീമുകൾക്ക്? അവർ നല്ലൊരു സുന്ദരമായ ഒരു അറ്റാക്കിംഗ് ഫുട്ബോളല്ലേ പുറത്തെടുക്കുന്നത്? ശരിക്കും രാഷ്ട്രീയവും ഫുട്ബോളും രണ്ടും രണ്ടാണ്. നമ്മൾ മതവും രാഷ്ട്രീയവും രണ്ടും രണ്ടാണെന്ന് പറയുന്നത് പോലെ ഈ രാഷ്ട്രീയവും ഫുട്ബോളും രണ്ടും രണ്ടാണ്. പുറത്തെ രാഷ്ട്രീയം എപ്പോഴും കളിക്കളത്തിൽ പ്രകടമായിക്കൊള്ളണമെന്നില്ല. ഇപ്പം യുദ്ധം ഇതുപോലെ സമാനമായ സംഘർഷാവസ്ഥ കൊടുമ്പിരി കൊള്ളുന്ന കാലത്ത് അമേരിക്കയും ഇറാനും മത്സരിച്ചിട്ടുണ്ട് പരസ്പരം. അപ്പോൾ അത് രണ്ടും രണ്ടാണ്. നമ്മുടെ ഒരു ശത്രു ഗ്രൗണ്ടിൽ തോൽക്കണം നമുക്ക് ആഗ്രഹിക്കാം, പക്ഷെ ഗ്രൗണ്ടിലെ കളി വേറെയാണ്. അതിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പൊതുവേ അവരുടെ ഇപ്പോഴത്തെ നയ സമീപനങ്ങൾ കാരണം ഒരുപാട് സംഘർഷം അവിടെ ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. കാരണം നമ്മൾ ജീതേഷ് പറഞ്ഞു, സോമാലിയൻ റഫറിയെ തടഞ്ഞു, ഇറാൻ്റെ കളിക്കാർക്ക്, ഇറാഖിൻ്റെ കളിക്കാർക്ക് ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അവരൊക്കെ രൂക്ഷമായ വലിയ പരിശോധനകൾക്ക് വിധേയരായി 7 മണിക്കൂറൊക്കെ ഇറാൻ്റെ കളിക്കാർ എയർപോർട്ടിൽ കാത്തു നിൽക്കേണ്ടി വന്നു. ഒരുപാട് പേര് അപമാനിതരായി. തിരിച്ചു പോകേണ്ടി വന്ന ഒരാൾ മാത്രമല്ല, ഒരുപാട് പേര് തിരിച്ചു പോകേണ്ടി വന്നു. പലർക്കും വിസ ലഭിച്ചിട്ടില്ല, പല ഫാൻസിനും വിസ ലഭിച്ചിട്ടില്ല. അതൊക്കെ വലിയ സംഘർഷങ്ങൾ പുറത്തുണ്ട്. അത് ഈ ലോകകപ്പിലുടനീളമുണ്ട്. പിന്നെ ചെലവ്, ടിക്കറ്റുകളുടെ ചെലവ്, യാത്രാ ചെലവ്. അമേരിക്കയിൽ മാത്രമല്ല, കാനഡയിലും ഈ പ്രശ്നമുണ്ട്, മെക്സിക്കോയിലും പ്രശ്നമുണ്ട്. കാനഡയിൽ ബോസ്നിയക്കെതിരെയുള്ള മത്സരത്തിൽ സീറ്റുകൾ പലതും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അതിന് കാരണം ഒന്നെങ്കിൽ ആളുകൾക്ക് താല്പര്യമില്ല. അങ്ങനെ ആതിഥേയ രാജ്യം കളിച്ചിട്ട് പോലും സീറ്റ് ഒഴിഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ വലിയ സങ്കടകരമായ കാര്യമാണ്. അവിടെ പറയുമ്പം കാനഡ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പോയിന്റും ഒരു സമനില നേടി. എല്ലാ കളിയും തോറ്റ ചരിത്രമേ കാനഡയ്ക്കുള്ളൂ. പക്ഷേ ബോസ്നിയക്കെതിരെ അവർ അവസാന നിമിഷം എന്താ പറയുക 120 പകരക്കാരൻ ഇറങ്ങിയ സിറിൽ 120 സെക്കൻഡ് കൊണ്ട് ഗോളടിച്ച് അവർക്ക് അവരുടെ മാനം കാത്തതാണ്. പക്ഷെ ആ കളി കാണാൻ അവിടെ വലിയ ആൾക്കാരില്ല. അതുപോലെ മെക്സിക്കോയിലും സമാനമായ പ്രശ്നമുണ്ട്. മെക്സിക്കോ ജയിച്ചു, ഒക്കെ ശരി, ഉദ്ഘാടന മത്സരമായിരുന്നു. പക്ഷെ അവിടെ വലിയ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കിടയിലാണ് അവിടെ നടക്കുന്നത്. അധ്യാപകരുടെ സമരം നടക്കുന്നുണ്ട് വെളിയിലും, പിന്നെ അതുപോലെ കാണാതായ ആളുകളുടെ കുടുംബാംഗങ്ങളുടെ സമരം നടക്കുന്നുണ്ട്. അത് പുറത്ത് നടക്കുന്ന സമയത്താണ് അകത്ത് ഷക്കീരയുടെ വലിയ ആഘോഷങ്ങളും ഫുട്ബോളൊക്കെ നടക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയം രണ്ടും രണ്ടാണ്. ചിലപ്പോൾ അത് കൂടിക്കൊഴയും, പക്ഷെ അതൊന്നും കളിക്കാരെ പ്രത്യക്ഷത്തിൽ ബാധിക്കും തോന്നുന്നില്ല. നല്ല കളി കാഴ്ചവെച്ചാൽ നമ്മൾ അവരെ പിന്തുണയ്ക്കും, അവർ ജയിക്കുകയും ചെയ്യും. ഇപ്പം 4 കളികൾ കഴിഞ്ഞു. ഇനി ആരാധകർ ഏറ്റവും കൂടുതൽ ആവേശത്തോടെ കാത്തിരിക്കുന്ന ആദ്യ മത്സരം ബ്രസീലിൻ്റെ മത്സരം, ബ്രസീൽ മൊറോക്കോ മത്സരം, അത് നാളെ നടക്കാനിരിക്കുകയാണ്. എങ്ങനെ നമുക്ക് ആ ഒരു മത്സരത്തെ വരവേൽക്കാൻ പറ്റും? നമ്മൾ കറുത്ത കുതിരകൾക്ക് വേണ്ടിയാണ് എപ്പോഴും കാത്തിരിക്കുക. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സൂപ്പർ ടീമുകൾ, ഹെവി വെയിറ്റുകൾ തന്നെയാണ്. കാരണം ഇത്രയും കളികൾ കഴിഞ്ഞെങ്കിലും ആളുകൾ ഒരു ഫുട്ബോൾ ലഹരിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ടില്ല. അതിനൊരു കാരണം ഈ വമ്പൻ ടീമുകൾ, ഈ ഫാൻ ബേസ് ഒരുപാടുള്ള. കാരണം ബ്രസീലും അർജൻറ്റീനയും ഒരുപാട് പോകുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ നേരത്തെ തന്നെ പുറത്തായ ലോകകപ്പുകൾ കുറേ ഉണ്ട്. പക്ഷേ അവർക്കുള്ളത്ര ഫാൻ ബേസ് വേറെ ഒരു ടീമുകൾക്കും ഇല്ല. ഇപ്പോൾ ഈ ആരാധകരാണ് ഫുട്ബോളിനെ വളർത്തുന്നത്, അതിന് ഊട്ടി വലുതാക്കുന്നത്. അപ്പോൾ ആരാധകർ കാത്തിരിക്കുന്ന ഒരു മത്സരം ബ്രസീലിനാണ്. പക്ഷെ അതിന് സമയം ഒരു വലിയ വിഷയമാണ്. 3:30 മണിക്കല്ല സമയം. പക്ഷെ എന്നാലും അത് നമ്മൾ ഇത്രയും ദിവസം നമ്മളൊരു കാത്തിരിപ്പ് വെറുതെ ആവില്ല. കാരണം ആ 3:30 മണിയാണെങ്കിലും ആളുകൾ അതിന് ഉണർന്ന് ഇരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് ആ ബ്രസീൽ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകകപ്പിന് ചൂട് പിടിക്കും, അതിൻ്റെ ഒരു മാനം തന്നെ മാറും. അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം.